നമസ്കാരം. തിയേറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മരങ്ങൾ നിറഞ്ഞ ഒരിടത്തൂടെ പതുക്കെ നടന്നു. രാവിലെ സൂര്യൻ മരച്ചില്ലകളിൽ തട്ടിക്കളിക്കുന്നു. ചീവിടിൻ്റെ ഒറ്റക്കമ്പിനാദം. ഒരു പക്ഷി കരയുന്നു. മന്ദമാരുതൻ സുഷരവാദ്യം പൊഴിക്കുന്നു. ഏതോ മരത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ഒരു പശയുടെ മണം പൂക്കളുടെയും മരങ്ങളുടെയും ഗന്ധവുമായി കലരുന്നു. ജോലിയുടെ പിരിമുറുക്കമില്ല, പരീക്ഷാ ചിന്തയില്ല, ശുദ്ധവായു ആവോളം നുകർന്ന നടത്തം. ദുഃഖമോ ഉത്കണ്ഠയോ ഒന്നുമില്ല. നല്ല സമാധാനം, ശാന്തി, ഒരു പച്ചപ്പിലാഴ്ന്ന സ്വാസ്ഥ്യം. ആരാണ് ഇങ്ങനെയൊരു സ്വാസ്ഥ്യം ഇഷ്ടപ്പെടാത്തത്? സത്യൻ അന്തിക്കാട് ഹൃദയപൂർവ്വം എന്ന സിനിമയിലൂടെ ഈ ഓണക്കാലത്ത് സ്വാസ്ഥ്യം വിളമ്പുന്നു. കേരളത്തിലെ ഒരു നഗരത്തിൽ ഒരു ക്ലൗഡ് കിച്ചൺ നടത്തുന്ന സന്ദീപ് ബാലകൃഷ്ണന്റെ കഥയാണിത്. ഒരു ഹൃദയം മാറ്റിവെക്കലിന് ശേഷം സംഭവിക്കുന്ന ചെറുതും വലുതുമായ കുറേ സംഭവങ്ങൾ, സുന്ദര വൈകാരിക മുഹൂർത്തങ്ങളുടെ അണിചേരൽ. സത്യൻ അന്തിക്കാടിന്റെ 20ാമത്തെ ചിത്രം ഇങ്ങനെയൊക്കെയാണ്. ഒരു സത്യൻ അന്തിക്കാട് സിനിമയിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതെല്ലാം ഈ സിനിമയിലുണ്ട്. ഒരച്ഛനെ അന്വേഷിക്കുന്ന മകൾ എന്ന നിസ്സാരമായി എഴുതിത്തള്ളാവുന്ന സിനിമയല്ലിത്. നിത്യജീവിതത്തിലെ ചില ജീവത്തായ ഇടങ്ങളെ നമുക്ക് മുന്നിൽ ഈ ചിത്രം തുറന്നു വയ്ക്കുന്നുണ്ട്. അത് നമ്മിലുണ്ടാക്കുന്ന പോസിറ്റീവ് ഊർജമാണ് ഈ ചിത്രത്തിൻ്റെ ശക്തി. സത്യൻ അന്തിക്കാടിന് സിനിമ ഒരു കംഫർട്ട് സോണാണ്. ആ കംഫർട്ട് സോൺ ഫീൽ പ്രേക്ഷകരും അനുഭവിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധവുമുണ്ട്. നാട്ടുമ്പുറത്തിൻ്റെ നന്മ എന്ന പ്രയോഗം സ്ക്രീനിലെത്തിച്ചതിൽ മുഖ്യ പങ്കുകാരൻ കൂടിയാണ് അദ്ദേഹം. വർത്തമാനകാല ജീവിതത്തിലെ ചെറുതെന്ന് തോന്നുന്ന മുഹൂർത്തങ്ങളെ നർമ്മത്തിൻ്റെ മധുരം പുരട്ടി സിനിമയാക്കാനുള്ള സത്യൻ്റെ കഴിവ് അപാരമാണ്. ഇന്നും മലയാളി കൊണ്ടു നടക്കുന്ന ഒരു പിടി ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെതും ഉണ്ട്. ഒരു പടി കൂടി കടന്നു പറഞ്ഞാൽ ശരാശരി മലയാളി ഒരു സത്യൻ അന്തിക്കാട് സിനിമയുടെ ഒരു ഡയലോഗെങ്കിലും ദിവസവും പറഞ്ഞിരിക്കും. കാലത്തിൻ്റെ ഒഴുക്കനുസരിച്ച് നന്മയുടെ പൂക്കളെ മനോഹരമായി ഒരുക്കുന്നതിലാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. രാഷ്ട്രീയത്തെയും സാമൂഹ്യ ജീവിതത്തെയും വ്യക്തി കുടുംബ ജീവിതത്തെയും വിമർശിക്കാനും വിലയിരുത്താനും ഒരു സ്പെഷ്യൽ ടൂൾ സമ്മാനിച്ചതാണ് സത്യൻ അന്തിക്കാടിൻ്റെ ഒരു പ്രത്യേകത. അഖിൽ സത്യൻ്റെ കഥ, സോനു ടി.പിയുടെ തിരക്കഥ, സംവിധാനം സത്യൻ അന്തിക്കാട്. അനു മൂത്തേടത്താണ് ഛായാഗ്രഹണം. ജസ്റ്റിൻ പ്രഭാകരനാണ് സംഗീതം. മോഹൻലാലും മാളവിക മോഹനനും സംഗീത് പ്രതാപും സംഗീത മാധവനും സിദ്ദിഖും ബേസിൽ ജോസഫും ലാലു അലക്സും ജനാർദ്ദനനും ബാബുരാജും ചന്തു നായിക്കും തുടങ്ങി അതിഥി വേഷത്തിൽ മീര ജാസ്മിൻ വരെയുണ്ട് ഈ ചിത്രത്തിൽ. കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ ആർട്ടിസ്റ്റുകളെ കണ്ടെത്തുന്നതിലെ സത്യൻ്റെ മികവും കഴിവും നാം കണ്ടിട്ടുള്ളതാണല്ലോ. ഹൃദയപൂർവ്വം നമുക്ക് സമ്മാനിക്കുന്ന ചില പഴംനുറുക്കുകളുണ്ട്. ഇഴപിരിയാത്ത കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത. നമ്മുടെ സംസ്കാരത്തിൻ്റെ ശക്തിയും ഊർജവുമാണ് കുടുംബങ്ങളെന്ന സത്യൻ്റെ പ്രഖ്യാപനം ഓരോ സിനിമയിലും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. കുടുംബങ്ങൾ വ്യക്തിപരമായ ചെറിയ ലോകത്തേക്ക് ചുരുങ്ങുമ്പോൾ സമൂഹവും ചെറുതാകും. വെറും രക്തബന്ധങ്ങളുടെ അടുപ്പം മാത്രമല്ല കുടുംബം. മനസ്സിൻ്റെ തുറവും ഉത്തരവാദിത്വവും കരുതലും കൂടെയാണ് കുടുംബമെന്ന് ഹൃദയപൂർവ്വം നമ്മെ പഠിപ്പിക്കുന്നു. സിനിമയുടെ കൂടുതൽ സമയവും പൂനെയിലാണ് പ്രവർത്തിക്കുന്നത്. പരസ്പരം തിരിച്ചറിയുന്ന കേവല സൗഹൃദങ്ങൾക്കപ്പുറമുള്ള ഹൃദയബന്ധങ്ങളാണ് സത്യൻ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു സമൂഹം സുരക്ഷിതമാകുന്നത് നിയമങ്ങളുടെയോ വ്യവസ്ഥകളുടെയോ പുറത്തല്ല. കരുതലും കാവലും കാരുണ്യവുമാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇതാണ് സത്യൻ്റെ സാമൂഹ്യശാസ്ത്രം. നമുക്കൊപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന ബോധ്യം നമ്മിൽ നിറയ്ക്കുന്ന ഊർജത്തിൻ്റെ ലെവൽ ഒന്ന് വേറെയാണ്. സാധാരണ മനുഷ്യരുടെ കഥകളാണ് സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകളിലെല്ലാം. തട്ടുപൊളുപ്പൻ ഹീറോയിസം ഉണ്ടാവില്ല. സാധാരണ മനുഷ്യരുടെ മനുഷ്യത്വം, അതാണ് സത്യൻ അന്തിക്കാടിന് ഹീറോയിസം. പുതിയ കാലത്തെ പ്രകടനപരതയും വികാര വാണിജ്യ കൂട്ടും ചേർന്ന് ഒരുക്കുന്ന വർണ്ണക്കൂട്ടുകൾക്കപ്പുറത്താണ് സത്യൻ്റെ സിനിമ. ഹൃദയപൂർവ്വം എന്ന സിനിമ വളരെ സുതാര്യമായി മൃദുവായി നമ്മുടെ മനസ്സിലേക്ക് ചില തേനൊത്ത വാക്കുകൾ സമ്മാനിക്കുന്നു. കുയിലൊത്ത പാട്ട് നമ്മുടെ ചെവിയിലേക്ക് മന്ത്രിക്കുന്നു. ദൃശ്യങ്ങൾ തിലപുഷ്പം പോലെ സുന്ദരവുമായിരിക്കും. ഹൃദയപൂർവ്വം സാധാരണ സത്യൻ അന്തിക്കാട് ചിത്രങ്ങൾ പോലെ
വിനോദത്തോടൊപ്പം ജീവിതത്തിൻ്റെ ലാളിത്യവും മാനവികതയും നമ്മിലേക്ക് നിറയ്ക്കുന്നുണ്ട്. ലളിതം, സുന്ദരം എന്നിങ്ങനെ 2 വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാം ഹൃദയപൂർവ്വത്തെ. എത്ര പ്രതിസന്ധികളുണ്ടായാലും, തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായാലും, ആരൊക്കെയോ കൂടെയുണ്ടെന്ന ചിന്ത നമ്മെ കരുത്തരാക്കും. പുതുതലമുറയെ ചേർത്ത് പിടിക്കുന്നതിൽ സത്യൻ അന്തിക്കാട് സ്വാഭാവികമായി പുലർത്തുന്ന ഒരു രീതിയുണ്ട്. സംഗീതിൻ്റെ ഹോം നേഴ്സ് ഈ കഥാപാത്രം കേവലം സന്ദീപിനുള്ള കൂട്ടുമാത്രമല്ല, സംഗീതിനെ ചേർത്ത് നിർത്തുന്നതിലൂടെ മുതിർന്നവരോട് ഒരു മഹത്തായ സന്ദേശം കൂടി സത്യൻ കൈമാറുന്നുണ്ട്. പരസ്പരം പോരടിക്കുകയല്ല, ചേർത്ത് വയ്ക്കുന്നതിലാണ് മിടുക്ക്. ഫഹദ് ഫാസിലിനെ കുറിച്ചുള്ള, ഫാഫയെക്കുറിച്ചുള്ള പരാമർശം ചിത്രത്തിലെ തിരക്കഥാരചനയിലെ ക്രിയാത്മകത മാത്രമല്ല, അത് ഉയർത്തുന്നത് അതിനുമപ്പുറം ഒരു വ്യാഖ്യാനത്തിലേക്കും കൂടിയാണ്. മോഹൻലാലിൻ്റെ അഭിനയം ഈ ചിത്രത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. ആയാസരഹിതമായ ഒരു അഭിനയ ശൈലി. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ പരാമർശിച്ചതുപോലെ ശരിക്കും ഒരു നടുവേദനക്കാരൻ കാട്ടുന്ന ശാരീരിക രീതികളാണ് ചിത്രത്തിനിടയ്ക്ക് ലാൽ കാട്ടുന്നത്. ഭാരമില്ലാത്ത അഭിനയം, ഒരു തൂവൽ സ്പർശം പോലെ നമ്മെ സ്വാധീനിക്കുന്ന അഭിനയം, ഇത്രയേ ഉള്ളോ എന്ന് നമ്മെ കൊണ്ട് ചോദിപ്പിക്കുന്ന അഭിനയ രീതി. മോഹൻലാൽ ഇത്തരം അഭിനയ രീതികളിൽ പ്രകടിപ്പിക്കുന്ന പാടവം മനോഹരമാണ്. മോഹൻലാലിൻ്റെ സന്ദീപ് നമ്മൾ എവിടെയൊക്കെയോ കണ്ട് മറന്നവൻ തന്നെ. സന്ദീപ് പൂനെയിലെ ഹരിതയ്ക്ക് അന്യനാണ്. പക്ഷേ അവരോട് ചേർന്ന് നിൽക്കാൻ നമ്മളും സന്ദീപിനോട് ആവശ്യപ്പെടുകയാണ്. സന്ദീപ് അവർക്ക് സ്വന്തത്തെ പോലെ ആവുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടുന്നത് പോലെയാണ്. വീട് കേവലം ഒരു തുണ്ട് ഭൂമിയിലെ ഒരു കെട്ടിടമല്ല, ഒരു മനുഷ്യൻ സ്വീകരിക്കപ്പെടുന്ന ഇടം കൂടിയാണ്. അങ്ങനെ സ്വീകരിക്കപ്പെടുന്നവർ ചേരുന്ന ഇടങ്ങൾ കൂടുന്നതാണ് ജീവത്തായ ഒരു കമ്മ്യൂണിറ്റി. കേവലമായ മുഖങ്ങളുടെ ഒത്തുചേരലല്ല, ഹൃദയങ്ങളുടെ കൂട്ടായ്മയാണ് മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഹൃദയപൂർവ്വം എന്ന സിനിമ ഉയർത്തുന്ന മുദ്രാവാക്യമാണിത്. സത്യൻ അന്തിക്കാട് പറയുന്നത് ചെറിയൊരു കഥയാണ്. ഒരു പുഴ പോലെ ശാന്തമായി സ്വച്ഛമായി ഒഴുകുന്ന ഒരു കഥ. ഇടയ്ക്കിടെ ചെറിയ വഴിമാറ്റങ്ങൾ പുഴയ്ക്കുണ്ടാകും. ചിലപ്പോൾ പുഴയൊന്ന് കലങ്ങി മറിയും, പക്ഷേ പെട്ടെന്ന് ശാന്തമാകും. കാരണം വാതിൽ മറവിൽ മീര ജാസ്മിൻ നിൽപ്പുണ്ടല്ലോ. കടലിൻ്റെ ഭീകര സൗന്ദര്യമല്ല, പുഴയുടെ ലളിത സൗന്ദര്യം, പുഴയുടെ ശാന്തരൂപം, ഒരു സ്വാസ്ഥ്യം പോലെ. അല്ലെങ്കിൽ തന്നെ ആരാണ് ഒരു സ്വാസ്ഥ്യം ഇഷ്ടപ്പെടാത്തത്?